ശ്രീ അജിത് ദോവളാണ് റിസർച്ച് ആയിരുന്നു. വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാൻഡേറ്റ് തന്നെ നാഷണൽ സെക്യൂരിറ്റി ഫോറിൻ പോളിസിയിൽ റിസർച്ച് ആയിരുന്നു. അദ്ദേഹത്തിന്റെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് എന്നെ ആദ്യമേ കയറ്റിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദോവൽജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു സബ്ജക്ട് കൂടി തിരഞ്ഞെടുക്കുക, ആ സബ്ജക്റ്റിൽ യു ബിക്കം ആൻ എക്സ്പെർട്ട്. എന്നിട്ട് എന്നെ ഒരു സബ്ജക്റ്റിൽ ഇട്ടു. അന്ന് എനിക്ക് തന്ന സബ്ജക്ട് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ആയിരുന്നു, നക്സലിസം. അപ്പൊ നക്സലിസത്തിന്റെ ഒരു റിസർച്ചിലേക്ക് ഞാൻ ഏകദേശം 2-3 വർഷത്തോളം ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചു. അതിന് ഫീൽഡിലൊക്കെ പോയി ഒത്തിരി കറങ്ങി, ബസ്തറിലൊക്കെ പോയി, ഒഡീസയിലുള്ള നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ജാർഖണ്ഡിലെ നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ഈവൻ നക്സലുകളുടെ കൂടെ താമസിച്ചു, അവിടെയുള്ള സെക്യൂരിറ്റി ഫോഴ്സസിന്റെ കൂടെ താമസിച്ചു. അങ്ങനെ എനിക്കൊരു 2-3 വർഷത്തെ ഒരു വലിയൊരു എക്സ്പോഷർ. കാരണം ഈ റിസർച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറി. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമെന്ന്. അത് മാത്രമല്ല, അന്ന് എത്ര 23-24 വയസ്സൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഒന്ന് അജിത് ദോവലിനെ പോലൊരു വലിയൊരു ഫിഗറിന്റെ കൂടെ വർക്ക് ചെയ്യുക, അദ്ദേഹം എന്നെ കാണാൻ വിടുന്ന ആരാണ് ആലോചിക്കണം. 23 വയസ്സിൽ എന്നെ കാണാൻ വിടുന്നത് ഛത്തീസ്ഗഡ് DGP ആണ്. അപ്പൊ അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. എന്നിട്ട് ഞാൻ പോയിട്ട് അദ്ദേഹത്തിന് ഇൻപുട്സ് കൊണ്ടുവരുന്നു, എന്നിട്ട് ഇവിടെ കൊടുക്കുന്നു, ഇവരത് ഗവൺമെന്റിന് അയക്കുന്നു, അത് ഇംപ്ലിമെന്റ് ആവുന്നു. അതൊക്കെ എനിക്ക് തോന്നുമ്പോൾ യു മേക്കിംഗ് ഇമ്പാക്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഫീൽഡിൽ തന്നെ തുടരാം എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ കുറച്ചാൾ തുടർന്നു.